നമസ്കാരം. ബീപ്പിൾ കരിയേഴ്സിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള, വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിനെ പറ്റിയാണ്, ഒരു ജോബിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മനോജ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കരിയറിൽ അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് അടങ്ങുന്ന വീഡിയോസാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ജോലി അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്നത് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെ പറ്റിയാണ്. അതായത് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള IT കമ്പനികളിലും അതുപോലെ തന്നെ IT ഇതര കമ്പനികളിലും ഒക്കെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള പോസ്റ്റാണ് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ജൂനിയർ ഡെവലപ്പർ അല്ലെങ്കിൽ ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ ഡെവലപ്പറോ ഒക്കെ ആകണമെങ്കിൽ നമ്മൾ IT റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ബിരുദം നേടിയിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ അതൊന്നും ആവശ്യമില്ല. പക്ഷേ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ജോലിയിലേക്ക് നമുക്ക് ജോലി ലഭിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു സ്പെഷ്യലൈസേഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ, അതുപോലെ +2 പാസ്സായിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇതിൽ എൻട്രി ലെവലിൽ നമുക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനെ എൻട്രി ലെവൽ പ്രോഗ്രാമർ ട്രെയിനി, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡെവലപ്പർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നിങ്ങനെയൊക്കെയുള്ള പേരുകളിലും അറിയപ്പെടും. പക്ഷേ ഇതെല്ലാം ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടുന്ന ജോലി അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ജോബ് എന്ന് പറയുന്നത്, നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്, അതുപോലെ തന്നെ യൂസർ ഇന്ററാക്ഷൻ ഡിസൈൻ, മെയിൻ്റനൻസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അതിന്റെ ഡോക്യുമെന്റേഷൻ, ഇങ്ങനെയൊക്കെയുള്ള വേരിയസ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഈ ജോബിന്റെ അണ്ടറിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഒരു ഡെസ്ക് ജോബ് എന്ന് പറയാം. അതായത് ഒരു ഡെസ്കിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. മറ്റ് യാതൊരു വിധമായിട്ടുള്ള ട്രാവലിങ്ങുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരില്ല. സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരിടത്ത് ഇരുന്നുള്ള ജോലിയാണ്. പക്ഷേ ഇതിന്റെ ഒരു വേറൊരു പാർട്ട് എന്ന് പറയുന്നത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റത്തിൽ, അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം സമയം ചെലവഴിക്കേണ്ടുന്ന ഒരു ജോലിയാണിത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യാൻ മാനസികാവസ്ഥയും അതുപോലെ തയ്യാറും ഉള്ള ആളുകൾക്കായിരിക്കും ഈ ജോലി കൂടുതൽ അഭികാമ്യം എന്ന് പറയുന്നത്. ഇനി ഇതിനെപ്പറ്റി ഓൾറെഡി നമ്മൾ സംസാരിച്ചു. 12th പാസ്സായി കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിനോട് അഭിരുചിയുള്ള ആളുകൾ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനോടും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനോടും കമ്പ്യൂട്ടറിനോടും ഇന്റർനെറ്റിനോടും ഒക്കെ അഭിരുചിയുള്ള ആളുകൾക്കാണ്, 12th പാസ്സായിട്ടുള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിനുള്ള ചാൻസ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പാർട്ട് ടൈം ആയിട്ടുള്ള ജോലിയുമായിട്ടും ലഭിക്കും, അതുപോലെ തന്നെ പ്രൊജക്ട് ബേസ് ആയിട്ടുള്ളതും കിട്ടും, അതുപോലെ തന്നെ ഫുൾ ടൈം ആയിട്ടുള്ള ജോലിയും ഇതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th പാസ്സാവുക എന്നുള്ളതാണ്. പിന്നെ ഇതിനോടുള്ള ഒരു അഭിരുചി ഉണ്ടാവുക എന്നുള്ളതുമാണ്. ഇനി ഇവർക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് പറയുന്നത്, യോഗ്യത ഞാൻ ഓൾറെഡി പറഞ്ഞു, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ യോഗ്യത പറഞ്ഞു. ഇത് കൂടാതെ നമുക്ക് അഭിരുചിയെ പറ്റി പറഞ്ഞു, കമ്പ്യൂട്ടറിലെ അഭിരുചിയെ പറ്റി. അഭിരുചി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വിൻഡോസ്, ലിനക്സ്, അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നല്ല ഒരു ഗ്രാഹ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് മെയിൽ, ഇന്റർനെറ്റ് സെർച്ച്, അതുപോലെ തന്നെ വേൾഡ് വൈഡ് വെബ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ, ബ്രൗസേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഉള്ള എക്സ്ട്രാ അറിവുകളും അതുപോലെയുള്ള താല്പര്യവും ഇതിന് വളരെയധികം സഹായകമാണ്. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്കറിയാം, ജാവാസ്ക്രിപ്റ്റ്, പൈത്തോൺ, PHP, C++, SQL, HTML, ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലുള്ള പ്രാവീണ്യവും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് വളരെയധികം സഹായിക്കും. ഹാർഡ് വർക്കിങ്ങും അതുപോലെ തന്നെ വളരെയധികം പേഷ്യൻസും ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ജോബ് പ്രൊഫൈലിൽ വളരെയധികം ശോഭിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് സ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു പർട്ടിക്കുലർ ടൈം തന്നു കഴിഞ്ഞാൽ ആ ടൈമിനുള്ളിൽ തന്നെ, ആ ക്ലയന്റിന് ആ ടൈമിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു ടൈം മാനേജ്മെന്റ് സ്കില്ലും കൂടെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം. ഇനി ഇന്റർപേഴ്സണൽ സ്കിൽസ്, അതായത് വ്യക്തിപരമായിട്ടുള്ള ഒരാൾക്ക് ഉണ്ടായിരിക്കുന്ന കഴിവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലുള്ള ആളുകൾക്ക് ഒരു ടീമിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം മാനേജർ, ഒരു ടീം ലീഡ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ടീം പ്ലെയർ ആയിരിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ കോമ്പിറ്റൻസി, സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളുടെ സോഫ്റ്റ്വെയറുകളായിട്ട് ബന്ധപ്പെട്ട്, ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടെക്നിക്കൽ കോമ്പിറ്റൻസി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ലേൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ വില്ലിങ്നെസ് ടു ലേൺ എന്ന് പറയും,
അല്ലെങ്കിൽ വിൽ ടു ലേൺ എന്ന് പറയും. അതായത് പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളതും വളരെ അത്യന്താപേക്ഷിതമായ ഘടകമാണ്. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഹാർഡ് വർക്കിംഗ് ആൻഡ് ടൈം മാനേജ്മെന്റ് സ്കിൽസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് ജോബ് പ്രൊഫൈൽ. ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന കരിയർ നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കരിയറിൽ നമുക്ക് എങ്ങനെ അഡ്വാൻസ് ചെയ്യാൻ പറ്റും, എവിടെ വരെ നമുക്ക് പോകാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയി കഴിഞ്ഞാൽ അതിന്റെ അടുത്തൊരു പോസ്റ്റിലേക്ക് സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടോ അല്ലെങ്കിൽ സീനിയർ ഫംഗ്ഷണൽ ഡെവലപ്പർ ആയിട്ടോ ഒക്കെ നമുക്ക് പ്രൊമോഷൻ ലഭിക്കും. അതിനുശേഷം നമുക്ക് ടീം ലീഡർ അതുപോലെ തന്നെ വെബ് സൊല്യൂഷൻ ഡെവലപ്പർ ഇങ്ങനെയുള്ള പ്രൊമോഷൻ പോസ്റ്റിലേക്ക് അടുത്തൊരു പോസ്റ്റിലേക്ക് നമുക്ക് പ്രൊമോഷൻ എടുക്കാൻ പറ്റും. അവിടുന്ന് ഡെലിവറി ഹെഡ്, ഡൊമൈൻ ഹെഡ്, അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ കമ്പനി, സിഇഒ, ഇങ്ങനെയുള്ള വേരിയസ് ലെവലിലേക്ക് നമുക്ക് വരാൻ പറ്റും. അതുകൊണ്ട് ജൂനിയർ ഡെവലപ്പർ എന്നുള്ളൊരു പോസ്റ്റിലാണ് കയറുന്നതെങ്കിലും നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്, നിങ്ങളുടെ അഭിരുചി അനുസരിച്ച്, നിങ്ങളുടെ അതിനുള്ള താല്പര്യം അനുസരിച്ച് ഏത് ലെവൽ വരെ പോകാനും ഏതൊരു പ്രൊഫഷനെയും പോലെ ഇവിടെയും എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്രമാത്രം സാലറി ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ക്ലയൻസ് ഒക്കെ ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 10,000 മുതൽ 20,000 25,000 വരെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ബിഗിനർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനാണെങ്കിൽ പോലും പല ആളുകളും വളരെയധികം കേപ്പബിലിറ്റിയോടുകൂടി വളരെയധികം പാഷനോടുകൂടി വരുന്ന പല ആളുകളുണ്ട്. അവർക്കൊക്കെ നമ്മളൊരു പ്രൊജക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിത്തിൻ 2-3 ഡേയ്സ് ഒക്കെ ആ പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിട്ട് വരുന്ന ആളുകളുണ്ട്. അവരൊക്കെ എക്സെപ്ഷണലി വെല്ലായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് 25,000 35,000 ഒക്കെ 30,000 അപ് ടു 30,000 വരെയൊക്കെ മന്ത്ലി കൊടുക്കുന്ന കമ്പനികളുമുണ്ട്. അപ്പോൾ ബേസിക്കലി 15,000 മുതൽ 25,000 30,000 വരെയുള്ള സാലറി വേരിയേഷൻ ഇതിനകത്തുണ്ടാവും ബിഗിനേഴ്സിന്. അതേസമയം ഇതിൽ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി നിങ്ങൾ നിങ്ങളുടെ കേപ്പബിലിറ്റി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ എലിജിബിൾ ഫോർ എ ഗുഡ് സാലറി. It may go up to like 45,000, 50,000, 60,000 like that. It depends on solely depends upon how you are performing and what is your output. So അതിനനുസരിച്ചിട്ട് വളരെയധികം സാലറി ലഭിക്കാൻ സാധ്യതയുള്ള, നല്ല സാലറി ഹൈക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോബ് പ്രൊഫൈലാണ് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്നത്. ഇനി അഭിരുചിയുള്ള ആളുകൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 12ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലിക്ക് എലിജിബിലിറ്റി ഉണ്ട്. പക്ഷെ 12ാം ക്ലാസ് കഴിഞ്ഞാൽ മാത്രം പോരാ, 12ാം ക്ലാസ് കഴിയുകയും ഇതിനോടൊരു അഭിരുചി തോന്നുകയും അതുപോലെ തന്നെ അതിനകത്ത് കുറെ സർട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ കുറച്ച് എന്തൂസിയാസ്റ്റിക് ആയിട്ട് കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് കിട്ടും. അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. നമുക്കറിയാം കോസറ, അതുപോലെ തന്നെ യുഡേമി ഒക്കെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൈത്തൺ, ജാവ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിലും മറ്റും അവൈലബിൾ ആണ്. എൻ്റെ അടുത്തേക്ക് വരുന്ന പലപ്പോഴും ഈ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് വരുന്ന ആളുകളോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ, ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുമ്പോൾ അവർ പറയുന്നവർ യൂട്യൂബിൽ നിന്ന് പഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ യൂട്യൂബ് ഒരു ഇറ്റ് ഇസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ടു ലേൺ തിങ്സ് വിതൗട്ട് എനി കോസ്റ്റ്. ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അണ്ടറിലും ഇതിന് വേണ്ടുന്ന ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ കോഴ്സുകളും ലഭ്യമാണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന പോസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിനെപ്പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം IT എന്ന് പറയുന്നത് വളരെയധികം ഓരോ ദിവസം ചെല്ലുന്നതും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് IT, AI ഒക്കെ ഇല്ലാതെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസും അത്ര കണ്ട് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ദർ ഈസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു അഡ്വാൻസ് ഇൻ യുവർ കരിയർ. മറ്റൊരു കരിയർ ഓപ്ഷനുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.